ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. നമുക്ക് നാളത്തേക്കുള്ള ലെവൽസ് നോക്കുന്നതിൻ്റെ മുൻപ് ഇന്നത്തെ മാർക്കറ്റ് എങ്ങനെ ആയിരുന്നു എന്നുള്ളതൊന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ് എന്നുള്ളത്. അപ്പോൾ മാർക്കറ്റ് രാവിലെ എന്തെങ്കിലും മൂവ്മെൻറ്റ്സ് കിട്ടിയിട്ടില്ലെങ്കിൽ ഇന്നധികം ഒരു മൂവ്മെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ല എന്നുള്ള രീതി കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ സംസാരിച്ചിരുന്നു. എക്സാക്റ്റ് ആ രീതിയിൽ തന്നെയായിരുന്നു മാർക്കറ്റ് റിയാക്ട് ചെയ്ത്. രാവിലെ കിട്ടിയിട്ടുള്ള ഈ ഒരു മൂവ്മെൻറ്റ് ഒഴിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ബയ്യേഴ്സിന് ഒന്നും ചെയ്യാനുള്ള മാർക്കറ്റ് ആയിരുന്നില്ല എന്ന്. ഓപ്ഷൻ സെല്ലേഴ്സിൻ്റെ മാർക്കറ്റായിരുന്നു. ഏത് സൈഡിലേക്ക് സി എടുത്താലും പി എടുത്തു കഴിഞ്ഞാലും മെൽറ്റായി പോകുന്ന പ്രീമിയം മെൽറ്റാവുന്ന രീതിയിലൊരു മാർക്കറ്റായിരുന്നു. രാവിലെയുള്ള ഒരു സംഭവങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. മാർക്കറ്റിനെ നമ്മളൊരു സപ്പോർട്ട് ലൈന് കഴിഞ്ഞ ദിവസം ഒരു ലെവൽ കഴിഞ്ഞ ദിവസം മാർക്ക് ചെയ്ത ലെവലാണിത്. എക്സാക്റ്റ് ആ ലെവലിനകത്ത് നിന്ന് നേരെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നിട്ട് എക്സാക്റ്റ് ആ ലെവലിൽ നിന്ന് താഴെ നമ്മുടെ കഴിഞ്ഞ ദിവസം വരച്ചിരുന്ന ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു. ഈ ട്രെൻഡ് ലൈൻ നമുക്ക് ഓർമ്മ ഉണ്ടാവും കഴിഞ്ഞ ദിവസം വരച്ചത്. സോ ആ എക്സാക്റ്റ് ആ ട്രെൻഡ് ലൈൻ വരെ നമുക്കൊരു ഫാൾ കിട്ടി. ആ ഒരു ഫാളിനകത്ത് എന്തെങ്കിലും ക്യാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ ഇന്നത്തെ മാർക്കറ്റിനകത്ത് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതായിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഓപ്ഷൻ ബയ്യേഴ്സിന് ഒന്നും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പൊട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് കഴിഞ്ഞാലും കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് കഴിഞ്ഞാലും ഏത് ബൈ ചെയ്ത് കഴിഞ്ഞാലും പ്രീമിയം മെൽറ്റ് ആവുന്ന രീതിയിലുള്ള ഒരു മാർക്കറ്റായിരുന്നു ഇന്നുണ്ടായിരുന്ന മാർക്കറ്റ്. ഒന്നും ചെയ്യാൻ പറ്റുന്ന രീതിയിലുണ്ടായിരുന്നില്ല. കാര്യമായിട്ടുള്ള മൂവ്മെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മളത് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് നമ്മൾ ഒരു അത്യാവശ്യം നല്ല രീതിയിലൊരു കറക്ഷൻ നമ്മൾ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇത്രയും ഏരിയ നമ്മൾ ഒരു ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇത്രയും ഏരിയ കവർ ചെയ്ത് ഏകദേശം 970 ഹൈ പോയിരിക്കുന്നു. 958 ആ റേഞ്ചിൽ 958 പോയിൻറ്റോളം 962 പോയിൻറ്റോളം മാർക്കറ്റ് മുകളിലേക്ക് കയറിയിട്ടുണ്ട്. സോ അതിനുശേഷം അത്യാവശ്യം ഒരു ചെറിയ രീതിയിലുള്ള കറക്ഷൻ സ്വാഭാവികമായിട്ടും മാർക്കറ്റിന് അതുണ്ടാവുന്നൊരു കറക്ഷൻ തന്നെയാണ്. മാർക്കറ്റ് മുകളിലേക്ക് കയറി കഴിഞ്ഞാലും അത്യാവശ്യം നന്നായിട്ട് അതൊന്ന് കറക്റ്റ് ചെയ്ത് സംഗതി വരുന്നുണ്ട്. സോ അടുത്ത ദിവസത്തേക്കുള്ള മാർക്കറ്റിനകത്ത് നമുക്ക് എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ള കാര്യം നമുക്ക് ചെക്ക് ചെയ്യാം. ഏത് രീതിയിലായിരിക്കും മാർക്കറ്റ് വരുന്നത് എന്നുള്ള കാര്യം നമുക്ക് റിട്രേസ്മെൻറ്റോ ലെവൽസോ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് നോക്കാം. നമുക്ക് ഏത് രീതിയിലാണ് മാർക്കറ്റ് വരുന്നത് എന്നുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ മാർക്കറ്റ് കയറിയിട്ടുണ്ട്. അതിനനുസരിച്ച് ഒരു ചെറിയ രീതിയിലുള്ള കറക്ഷനും വന്നിട്ടുണ്ട്. സോ നാളത്തെ മാർക്കറ്റ് എങ്ങനെ ഉണ്ടാകും നോക്കാം. അതിന് മുൻപ് നിഫ്റ്റിയുടെ ലെവൽസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയും ഇതേ രീതി തന്നെ പറഞ്ഞിരുന്നു. ബാങ്ക് നിഫ്റ്റി എക്സ്പയർ ചെയ്തുകൊണ്ട് ബാങ്ക് നിഫ്റ്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് നിഫ്റ്റി മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാര്യമായിട്ട് ആ രീതിയിലൊന്നും ഉണ്ടാവുന്നില്ല. അതിൻ്റെ കഴിഞ്ഞ ദിവസത്തെ അതേ രീതിയിൽ തന്നെ ചെറിയൊരു ഗ്യാപ്പ് അപ്പ് കിട്ടിയിട്ടാണ് വന്നത്. എന്നിരുന്നാലും രാവിലെ വന്നിരുന്ന ആ ഒരു ഫോളിന് ശേഷം വേറൊന്നും മാർക്കറ്റിനകത്ത് ബാങ്ക് നിഫ്റ്റിക്കകത്ത് പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ നിഫ്റ്റിയിലും ഒന്നും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മാർക്കറ്റ് ആയിരുന്നില്ല. ഇത് ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കുറച്ച് ലെവൽസ് കിട്ടിയിട്ടുണ്ടാവുമായിരുന്നു. അതല്ലാതെ രീതിയിൽ ഒന്നും പുട്ട് ഓപ്ഷൻ ബൈ ചെയ്താലും കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് കഴിഞ്ഞാലും ഒന്നും കിട്ടുന്ന രീതിയിലായിരുന്നില്ല നമുക്ക് മാർക്കറ്റിനകത്തുണ്ടായിരുന്നത്. ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ വരച്ചിരുന്ന ട്രെൻഡ് ലൈനാണത്. ഏകദേശം മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ അപ്പ് സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈനിലൂടെ ആയിരുന്നു പോയെന്ന് പറയുന്നത്. പക്ഷേ ട്രെൻഡ് ലൈനിനെ ഫോളോ ചെയ്യുന്ന രീതിയിൽ, കാരണം നമുക്ക് 2 ദിവസത്തെ മാർക്കറ്റ് ഒരു മൾട്ടിപ്പിൾ ടച്ചസ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. 2 ടച്ചസ് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ സംഭവങ്ങൾ നോക്കുകയെന്ന് വെച്ചാൽ ട്രെൻഡ് ലൈനിനെ ഫോളോ ചെയ്തിട്ടൊന്നുമില്ല ഇന്ന് മാർക്കറ്റ് പോയിട്ടുള്ള. സോ ആ രീതിയിൽ നമുക്ക് പറയാനില്ല. ബാങ്ക് നിഫ്റ്റിക്കകത്ത് പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ലോ മുതൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഹൈ വരെ നോക്കുകയാണെങ്കിൽ ഏകദേശം 474 പോയിൻറ്റോളം മാർക്കറ്റ് കയറിയിട്ടുണ്ട്. സോ അതിനുശേഷം മാർക്കറ്റിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു കൺസോൾട്ടേഷനാണ്, ഒരു ഹെൽത്തി കൺസോൾട്ടേഷൻ തന്നെയാണ് മാർക്കറ്റിനകത്ത് വന്നിരിക്കുന്നത്. ഏകദേശം ഇന്നത്തെ ഇതിനകത്ത് വന്നതിന് ശേഷം ഏകദേശം ഈ ഒരു ഏരിയക്കകത്താണ് മാർക്കറ്റ് ഏകദേശം ഇന്ന് ഒരു രാവിലത്തെ ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ ശേഷമുള്ള മാർക്കറ്റ് കംപ്ലീറ്റ് ആ ഒരു ഏരിയക്കകത്ത് കൺസോൾട്ടേഷൻ ആയിരുന്നു. ഓപ്ഷൻ ബയ്യേഴ്സിനൊന്നും കിട്ടുന്ന രീതിയിലുള്ള മാർക്കറ്റ് അല്ല. ഓപ്ഷൻ സെല്ലേഴ്സിന് ബയ്യേഴ്സിൻ്റെ പ്രീമിയം എല്ലാം മെൽറ്റാവുന്ന രീതിയിലൊരു മാർക്കറ്റ് ആയിരുന്നു. അതിൻ്റെ കൂടെ തന്നെ മാർക്കറ്റ് ഒന്ന് ഒരു കറക്ഷൻ ഫേസ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പം അത്യാവശ്യം ഒരു അത്യാവശ്യം ഒരു 450 പോയിൻറ്റോളം മുകളിലേക്ക് കയറിയിട്ടുണ്ട്. സോ സ്ട്രോങ് സ്റ്റോപ്പ് ലോസ് അടിക്കുന്ന സംഭവത്തിലേക്കുള്ള കാര്യങ്ങളാണ്. ബയ്യേഴ്സിൻ്റെ എല്ലാം സ്റ്റോപ്പ് ലോസ് ഹോൾഡ് ചെയ്യുന്ന ആളുകളുടെ എല്ലാം സ്റ്റോപ്പ് ലോസ് അടിക്കുന്ന ഒരു മാർക്കറ്റിലേക്കാണ് പോകുന്നത്. 2 ദിവസത്തേക്കായിട്ട് 3 ദിവസമായിട്ട് ഗ്രീനിലായിരുന്നു മാർക്കറ്റ് ഉണ്ടായിരുന്നത്. സോ ഇന്നാണ് ഒരു റെഡിലേക്ക് മാർക്കറ്റ് ഇറങ്ങിയിരിക്കുന്നത്. സോ അത് അത്യാവശ്യം ഒരു കറക്ഷൻ വന്ന് വീണ്ടും ഒന്ന് മുകളിലേക്ക് പോകുന്ന രീതിയിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇത് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു 1 hour ചാർട്ടാണ്.
ബാങ്ക് നിഫ്റ്റിയുടെ 1 അവർ ചാർട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്ലിയർ ആയിട്ട് സംഭവങ്ങൾ കാണാം. ബാങ്ക് നിഫ്റ്റി മുകളിലേക്ക് കയറുന്ന സമയത്ത് ഒരു പാറ്റേൺ ടൈപ്പ് സംഭവത്തിലാണ് പോകുന്നത്. ജസ്റ്റ് മുകളിലേക്ക് ഒന്ന് കയറും, ദെൻ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത് പിന്നീട് ഒരു ലോ വന്നു, വീണ്ടും ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത് വീണ്ടും ഒരു ലോ വന്നു, വീണ്ടും ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത് ആ രീതിയിലാണ് മാർക്കറ്റ് ക്ലിയർ ആയിട്ട് പോകുന്നത്. സോ നമുക്ക് ഇവിടുത്തെ ഒരു സിനാരിയോ നോക്കുകയാണെങ്കിൽ അതേ രീതിയിൽ തന്നെയാണ് മാർക്കറ്റ് ഇവിടെ ഇതാക്കുന്നത്. ഇവിടുന്ന് വന്നു, ലേശം മുകളിലേക്ക് കയറി, വീണ്ടും ഒരു താഴേക്ക് വന്നു, വീണ്ടും അത് മുകളിലേക്കുള്ള ഒരു സംഭവമാണ് കാണിക്കുന്നത്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഹെൽത്തി ഒരു കറക്ഷൻ എന്നുള്ള രീതിയിലല്ല, സാധാരണ രീതിയിൽ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്ന ഏത് രീതിയിലാണോ അതേ രീതിയിൽ തന്നെയാണ് മാർക്കറ്റ് വീണ്ടും ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ മാർക്കറ്റ് 2-3 ദിവസമായിട്ട് ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. സോ വന്നിരിക്കുന്ന ബൈ ചെയ്തിരിക്കുന്ന ആളുകളിലെല്ലാം ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങോ അല്ലെങ്കിൽ സ്ട്രോങ് അല്ലാത്ത സെല്ലേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് അടിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളിലേക്കാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അടുത്ത ദിവസങ്ങൾക്ക് നന്നായിട്ട് നമുക്ക് നല്ലൊരു റാലി എക്സ്പെക്റ്റ് ചെയ്യാൻ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഒരു കറക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിനുശേഷം നല്ല രീതിയിൽ മാർക്കറ്റ് ഒരു ഗ്യാപ് ഡൗൺ കിട്ടിക്കഴിഞ്ഞാലും നല്ല രീതിയിൽ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്, ഒരു ഗ്യാപ് ഡൗൺ വന്നു നല്ല രീതിയിൽ മാർക്കറ്റ് മുകളിലേക്ക് പോകണം. അപ്പോൾ ആ രീതിയിലുള്ള മാർക്കറ്റ് മൂവ്മെൻറ്റ്സും കാര്യങ്ങളും നമുക്ക് അടുത്ത ദിവസങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാമെന്ന് കരുതുന്നു. എക്സെപ്റ്റ് അതിനൊരു സിനാരിയോ ഉള്ളത് US ഇൻഫ്ലേഷൻ റേറ്റ് നാളെ വരും. സോ അതിനകത്ത് നമുക്ക് പോസിറ്റീവ് അല്ലാത്ത റിസൾട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ മാർക്കറ്റിനെ നന്നായിട്ട് റിഫ്ലക്ട് ചെയ്യും. സോ അത് ഏത് രീതിയിൽ വരുമെന്നുള്ള കാര്യം അത് വന്നതിന് ശേഷം നമുക്ക് പറയാൻ പറ്റുള്ളൂ. നാളെ രാവിലത്തേക്ക് അത് വരുമെന്നുള്ള എക്സ്പെക്ട് ചെയ്യാം. സോ അത് വന്ന് നെഗറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന മൂവ്മെൻറ്റ്സ് ഒന്നും ആയിക്കോളുന്നില്ല, നേരെ താഴേക്ക് ഡൗൺ ആയി വരാൻ സ്വാഭാവികമായിട്ടും US മാർക്കറ്റ് താഴേക്ക് പോകുമ്പം അതിനനുസരിച്ചിട്ട് നമ്മുടെ മാർക്കറ്റും നല്ല രീതിയിൽ താഴേക്ക് വരാൻ സാധ്യതയുണ്ട്. സോ അതിൻ്റെ ആ റിസൾട്ട് കൂടി നമുക്ക് കൺസിഡർ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഇതൊരു 15 മിനിറ്റ്സ് ചാർജാണ്. 15 മിനിറ്റ്സ് ചാർജിനകത്ത് നോക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കുറച്ച് ഏരിയാസ് മാർക്ക് ചെയ്തിരുന്നു. ബാങ്ക് നിഫ്റ്റിക്കകത്ത് തന്നെ കുറച്ച് ഏരിയാസ് നമ്മൾ മാർക്ക് ചെയ്തിരുന്നു. ആ ഏരിയാസ് നോക്കുകയാണെങ്കിൽ നമ്മളൊരു നോ ട്രേഡ് സോൺ എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നൊരു ഏരിയയാണ് ഈ ഒരു ഏരിയ. ഒരു നോ ട്രേഡ് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺസോൾട്ടേഷൻ, ഹെവി കൺസോൾട്ടേഷൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്ന സമയത്തും മാർക്കറ്റ് താഴേക്ക് വരുന്ന സമയത്തും നന്നായിട്ട് കൺസോൾട്ടേറ്റ് ചെയ്ത ഒരു ഏരിയയാണ് ഈ ഒരു ഏരിയ. നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ 47,990 47,741 ഇടയിലുള്ള ഒരു ഏരിയ, നന്നായിട്ട് മാർക്കറ്റ് കൺസൾട്ടേഷൻ വന്നിരിക്കുന്ന ഒരു ഏരിയയാണ്. സോ ഇന്നത്തെ മാർക്കറ്റിനകത്ത് നിന്ന് അതിൻ്റെ ടോപ്പിൽ നിന്ന് താഴേക്ക് വീണിട്ട് മാർക്കറ്റ് തിരിച്ച് അവിടെ നമുക്ക് അതിൽ നോക്കി 15 മിനിറ്റ്സിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നതാണ് മാർക്കറ്റ് നന്നായിട്ട് അതിനകത്ത് ആ ഒരു നമ്മൾ മാർക്ക് ചെയ്തിരുന്ന ഒരു ലെവലിനെ നന്നായിട്ട് റെസ്പെക്ട് ചെയ്ത് അവിടെ നമുക്ക് കാണാവുന്നതാണ്. സോ വീണ്ടും മാർക്കറ്റ് വന്ന് ക്ലോസ് ചെയ്ത് നിൽക്കുന്നതും ആ ഒരു ഏരിയക്കകത്ത് തന്നെയാണ്. അപ്പോൾ നമുക്ക് നാളത്തെ ഒരു സംഗതി ലെവൽസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ലെവൽസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ കാണണം. നാളെ ഏത് രീതിയിലുള്ള മാർക്കറ്റ് വന്നു കഴിഞ്ഞാലും മുകളിലേക്കാണ് വെച്ചാലും നാളത്തെ രീതിയിൽ ഇതിനകത്തേക്ക് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ക്യാൻഡിൽസ് വല്ലാതെ കൺസിഡർ ചെയ്യാതെ അതിന് മുകളിലേക്ക് കയറിയതിന് ശേഷം കിട്ടുന്ന ഒരു റീടെസ്റ്റ്, അതൊരു പോസിറ്റീവ് ഇതാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നോക്കിയ ശേഷം ഒരു പേഴ്സണലി ഞാനൊരു സിയിലേക്ക് പോകുന്ന കേസാണെങ്കിൽ അതിന് മുകളിലേക്ക് ഒരു എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഒരു സിയിലേക്ക് പോവുള്ളൂ. നാളത്തെ സംഭവം ഇതിനകത്ത് ശേഷം നോക്കി ഒരു കൺസോൾട്ടേഷൻ തന്നെ വന്നതിന് ശേഷം താഴത്തേക്ക് ഒരു പ്രോപ്പർ എൻട്രി കിട്ടുകയാണെങ്കിൽ നമുക്കിത് 47,441 ഒരു സ്റ്റോപ്പ് ലോസ് ആക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊരു എൻട്രി വേണമെങ്കിൽ കൺസിഡർ ചെയ്യും. കാരണം മാർക്കറ്റ് വേണമെങ്കിൽ എല്ലാം സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്ന ഒരു സംഭവത്തിലേക്ക് വേണ്ടിയിട്ട് ഒരു ഹെൽത്തി കറക്ഷന് വേണ്ടി വേണമെങ്കിൽ മാർക്കറ്റ് ഇതുവരെ വരാവുന്നതുമാണ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ ഒരു എൻട്രി ഞാൻ കൺസിഡർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ താഴെ വന്ന് ഒരു പ്രോപ്പർ റീടെസ്റ്റ് കിട്ടുകയാണെങ്കിൽ നമുക്കൊരു എൻട്രി വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ശേഷം അതിന് ശേഷമുള്ള ഈ ഒരു ഏരിയ അധികം കൺസിഡർ ചെയ്യുന്നില്ല. ഇതിനകത്ത് വരുന്ന ഒരു ടൈം നമ്മൾ ഒരു കഴിയുന്ന ട്രേഡ്സ് ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം ഒരു കൺസോൾട്ടേഷൻ എന്നുള്ള രീതിയിലാണ് നമുക്കൊരു നല്ലൊരു ഓപ്ഷൻ ബൈ ചെയ്യുന്ന ആളുകൾക്ക് ക്യാൻഡിൽസിൻ്റെ പാറ്റേൺസും കാര്യങ്ങളൊക്കെ നോക്കിയ ശേഷം ഹോൾഡ് ചെയ്യുന്നവരാണെങ്കിൽ കുഴപ്പമില്ല. സ്കാൾപ്പിംഗ് എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ആ ഒരു ഏരിയ 200 പോയിൻറ്റ്സിനകത്തുള്ള മൂവ്മെൻറ്റ്സ് കഴിയുന്നതും ഹോൾഡ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇതിനകത്ത് നമ്മളിവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവുന്നതാണ് നമുക്കൊരു കൺസോൾട്ടേഷനാണ്. കാരണം അതിനകത്തൊരു ദിവസം മുഴുവൻ ആ മാർക്കറ്റ് അതിനകത്ത് തന്നെ ഒരു വലിയ മൂവ്മെൻറ്റ്സ് ഒന്നും കിട്ടാതെ അതിനകത്ത് തന്നെ കൺസോൾട്ടേറ്റ് ചെയ്ത് നിൽക്കുന്നത് നമുക്ക് അതിനകത്ത് കാണാവുന്നതാണ്. സോ ബാങ്ക് നിഫ്റ്റിക്കകത്തുള്ള ട്രേഡിംഗ് സെറ്റപ്പ് അടുത്ത ദിവസത്തേക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലൊക്കെയാണ്. ഇപ്പോൾ നിഫ്റ്റിയുടെ കേസ് നോക്കുകയാണെങ്കിലും നമ്മളൊരു 15 മിനിറ്റ്സ് ടൈം ഫ്രെയിം എടുത്തിട്ട് നമ്മളൊരു ഫിബ് റീട്രേസ്മെൻറ്റ് ചെക്ക് ചെയ്യാൻ റീസെൻ്റായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഡൗൺ ട്രെൻഡിൽ വന്നിരിക്കുന്ന ആ ഒരു സംഭവം ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഹൈ മുതൽ ലോ വരെ ഒരു റീട്രേസ്മെൻറ്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ആൾറെഡി പറഞ്ഞിരുന്നു 0.382 എന്നുള്ള ലെവൽ ഇമ്പോർട്ടൻറ്റ് ലെവലാണ് എന്നുള്ള കേസ്. ഇന്നത്തെ മാർക്കറ്റിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം അതിന് ആ ഒരു ലെവലിൽ തന്നെയായിരുന്നു ഇന്ന് മാർക്കറ്റ് ആൾമോസ്റ്റ് ഉണ്ടായിരുന്നത്. കാരണം അതിനകത്ത് തന്നെയായിരുന്നു മാർക്കറ്റ് ആൾമോസ്റ്റ് ഉണ്ടായിരുന്നത്.
സോ നമുക്ക് നാളത്തേക്കുള്ള കേസ് നോക്കുകയാണെങ്കിലും ആ ഒരു സംഭവത്തിൽ ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ പറഞ്ഞ രീതിയിൽ തന്നെ അത്യാവശ്യം നന്നായിട്ട് മുകളിലേക്ക് കയറിയിട്ട് സ്റ്റോപ്പ് ലോസ് കണ്ടിരിക്കുന്ന രീതിയിൽ, കാരണം മാർക്കറ്റ് ഹയർ ലോ എന്നുള്ള രീതിയിൽ പോകുന്ന ആ ഒരു സംഭവത്തിൽ ഒരു അത്യാവശ്യം നല്ല മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. സോ മാർക്കറ്റ് വേണമെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ഒരു കറക്ഷൻ എന്നുള്ള രീതിയിൽ ഇവിടുന്ന് മുകളിലേക്ക് കയറി ജസ്റ്റ് ഒന്ന് കയറി താഴെ വന്നു, വീണ്ടും മുകളിലേക്ക് കയറി ഒന്ന് താഴെ വന്നതിന് ശേഷം മുകളിലേക്ക് കയറുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. നമുക്ക് നാളത്തെ മാർക്കറ്റ് ഏത് രീതിയിൽ ഓപ്പൺ ചെയ്യുന്നുള്ളത് US-ൻ്റെ ഇൻഫ്ലേഷൻ ഡാറ്റ കൂടി വന്നതിന് ശേഷം നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു സംഭവം ഈ 0.5ൻ്റെ മുകളിലേക്ക് കയറുകയാണെങ്കിൽ 0.5 എന്ന് പറയുന്ന ലെവൽസ് ഏകദേശം 22,300 വരുന്ന ഈ ലെവലിന് മുകളിലേക്ക് കയറുകയാണെങ്കിൽ പിന്നീട് നമുക്ക് 0.618 ലെവൽ ഒരു ടാർഗറ്റാക്കി വെച്ചിട്ട് വേണമെങ്കിൽ ഒരു CE എൻട്രിക്ക് പരിഗണിക്കാവുന്നതാണ്. അതേപോലെ പുട്ട് ഓപ്ഷൻ്റെ കേസിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഒരു പ്രോപ്പർ എൻട്രി കിട്ടുകയാണെങ്കിൽ നമുക്കൊരു രാവിലത്തെ ക്യാൻഡിൽസും കാര്യങ്ങളും നോക്കിയ ശേഷം വരുന്ന പ്രോപ്പർ എൻട്രി കിട്ടുകയാണെങ്കിൽ ഈ ഒരു ലെവൽസ് ടാർഗറ്റാക്കി വെച്ചതുകൊണ്ട് നമുക്കൊരു പുട്ട് ഓപ്ഷൻ എൻട്രീസും പരിഗണിക്കാവുന്നതാണ്. പക്ഷേ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു സോൺ മാർക്ക് ചെയ്ത് വെക്കാം. കാരണം ഇന്നും ഇന്നലെയൊക്കെ ആയിട്ടൊരു കാര്യമായിട്ടൊരു ഏരിയ നമുക്ക് ഒരു നോട്ട് റെഡ് സോണായിട്ട് വരുന്ന രീതിയിൽ തന്നെ നമുക്കിവിടെ കാണുന്നുണ്ട്. സോ അത് വേണമെങ്കിൽ നമുക്കൊരു നോട്ട് റെഡ് സോണായിട്ട് തന്നെ നമുക്ക് പരിഗണിക്കാവുന്ന ഒരു ഏരിയയാണ്. ഈ ഒരു ഏരിയ നമുക്ക് പ്രോപ്പർ കാര്യമായിട്ടുള്ള മൂവ്മെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും കിട്ടാതെ തന്നെ മാർക്കറ്റിനകത്ത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് കിടക്കുന്ന ഒരു മാർക്കറ്റിനകത്ത് ഒരു ക്യാൻഡിൽസോ കാര്യങ്ങളോ ഫോം ചെയ്യുന്നത് പുട്ട് ഓപ്ഷനോ കോൾ ഓപ്ഷനോ ഒഴിവാക്കിക്കൊണ്ട് ട്രേഡ് ചെയ്യുന്നതായിരിക്കും നാളത്തേക്ക് നന്നാവുക. ഇതിനകത്ത് വരുന്ന ഒരു കൺസോൾട്ടേഷൻ വേണമെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ബാങ്ക് നിഫ്റ്റി ഏത് രീതിയിൽ റിയാക്ട് ചെയ്യും എന്നുള്ളതിനനുസരിച്ചിരിക്കും കാര്യങ്ങൾ രാവിലത്തെ സംഭവം. അപ്പം ആ ഒരു സംഗതികൾ നോക്കിയിട്ട് ഇതിനകത്ത് നിന്ന് താഴേക്ക് ഇറങ്ങി വന്നതിന് ശേഷം പ്രോപ്പറായിട്ട് ഒരു റീടെസ്റ്റ് കിട്ടുകയാണെങ്കിൽ ഒരു പുട്ട് ഓപ്ഷൻ നമുക്ക് പരിഗണിക്കാം. താഴേക്ക് വന്നതിന് ശേഷം ഇവിടെ റീടെസ്റ്റ് കിട്ടുകയാണെങ്കിൽ ടാർഗറ്റ് തൊട്ട് താഴെയുള്ള നമ്മളൊരു ലോങ് ടൈമിലേക്ക് വന്ന ഒരു ട്രെൻഡ് ലൈൻ ടാർഗറ്റാക്കി വെച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു പുട്ട് ഓപ്ഷൻ പരിഗണിക്കാവുന്നതാണ്. ഇതിന് മുകളിലേക്കുള്ള സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ലെവൽ ആൾറെഡി 0.382 ക്രോസ് ചെയ്ത് ഈ ലെവലും ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് മുകളിലുള്ള 0.5 ടാർഗറ്റാക്കി വെച്ചുകൊണ്ട് ആൾറെഡി 22,300 ടാർഗറ്റാക്കി വെച്ചുകൊണ്ട് ആൾറെഡി വേണമെങ്കിൽ സ്കാൾപ്പിംഗ് നമുക്ക് എൻട്രി പരിഗണിക്കാവുന്നതാണ്. ഏതായാലും നാളത്തെ ട്രേഡ് കൺസിഡർ ചെയ്യുന്നതിന് മുൻപ് ഏതായാലും നമുക്ക് US-ൻ്റെ ഇൻഫ്ലേഷൻ ഡാറ്റ കൂടി പരിഗണിച്ചിട്ട് വേണം പുട്ട് ഓപ്ഷനാണോ കോൾ ഓപ്ഷനാണോ മാർക്കറ്റ് ഏത് രീതിയിൽ റിയാക്ട് ചെയ്യുന്നുള്ള കാര്യങ്ങൾ കൺസിഡർ ചെയ്യാൻ. ഏതായാലും ആ ഡാറ്റ കൂടി വരട്ടെ. നമുക്കിതിനകത്ത് മാർക്കറ്റിനകത്ത് വരുന്ന ഈ പാറ്റേൺസ് എന്തായാലും കൺസിഡർ ചെയ്യാം. 0.382 എന്നുള്ള ഇമ്പോർട്ടൻറ്റ് ലെവലാണ്. നമ്മളതുപോലെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഏരിയയും ട്രേഡിനകത്ത് നിന്ന് കഴിയുന്നത് ഒഴിവാക്കുന്നതായിരിക്കും നന്നാവുക.